2025 മാർച്ചിൽ നടന്ന SSLC പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം, ഫോട്ടോ കോപ്പി, സൂക്ഷ്മ പരിശോധന അല്ലെങ്കിൽ സ്ക്രൂട്ടിനി എന്നിവ ആഗ്രഹിക്കുന്ന പരീക്ഷാർത്ഥികൾക്ക് 12/5/2025 മുതൽ 17/5/2025 വൈകിട്ട് 4 മണി വരെ അപേക്ഷിക്കാവുന്നതാണ്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ഔദ്യോഗിക വെബ്സൈറ്റായ https://sslcexam.kerala.government.in റിവാലുവേഷൻ ഓർ ഫോട്ടോകോപ്പി ഓർ സ്ക്രൂട്ടിനി ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിലൂടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ നമ്പരും ജനനതീയതിയും നൽകുമ്പോൾ വിദ്യാർത്ഥിയുടെ വിവരങ്ങളും നിലവിലെ ഗ്രേഡ് വിവരങ്ങളും കാണാവുന്നതാണ്. അപേക്ഷയിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ നൽകി സേവ് ചെയ്യുമ്പോൾ അപേക്ഷയിൽ സമർപ്പിച്ച വിവരങ്ങൾ കാണാവുന്നതാണ്. ഒരിക്കൽ കൂടി പരിശോധിച്ച് തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഡിറ്റ് ബട്ടൺ ഉപയോഗിച്ച് വിവരങ്ങൾ തിരുത്താം, അല്ലെങ്കിൽ കൺഫർമേഷൻ ചെയ്യാവുന്നതുമാണ്. ഈ രീതിയിൽ ഫൈനൽ കൺഫർമേഷൻ നടത്തുമ്പോൾ ലഭ്യമാകുന്ന പ്രിൻ്റ് ഔട്ടും അപേക്ഷാ ഫീസും പരീക്ഷ എഴുതിയ സെൻറ്ററിലെ പ്രഥമ അധ്യാപകന് മെയ് 17 വൈകുന്നേരം 5 മണിക്ക് മുൻപ് സമർപ്പിക്കേണ്ടതാണ്. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയത്തിന് പേപ്പർ 1-ന് 400 രൂപ, ഫോട്ടോ കോപ്പിക്ക് 200 രൂപ, സ്ക്രൂട്ടിനിക്ക് 50 രൂപ എന്ന നിരക്കിലാണ് ഫീസ് അടയ്ക്കേണ്ടത്. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കുന്ന പേപ്പറുകളുടെ സ്ക്രൂട്ടിനിക്ക് വേണ്ടി പ്രത്യേകം അപേക്ഷ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. 17/5/2025 വൈകിട്ട് 5 മണിക്ക് ശേഷം ലഭിക്കുന്നതും അപൂർണവുമായ വിവരങ്ങൾ അടങ്ങിയതുമായ അപേക്ഷകൾ യാതൊരു കാരണവശാലും പ്രഥമ അധ്യാപകർ സ്വീകരിക്കുന്നതല്ല. പുനർമൂല്യനിർണ്ണയം നടത്തിയതിനെ തുടർന്ന് ഉയർന്ന ഗ്രേഡ് ലഭിച്ചാൽ ആ പേപ്പറിന് അടച്ച ഫീസ് പരീക്ഷാർത്ഥിക്ക് തിരികെ ലഭിക്കുന്നതാണ്. ഉത്തരക്കടലാസിൻ്റെ ഫോട്ടോ കോപ്പി ലഭിച്ചതിനു ശേഷം പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കുവാൻ അർഹതയില്ല. എന്നാൽ മൂല്യനിർണ്ണയം ചെയ്യാത്ത ഉത്തരങ്ങൾ, സ്കോറുകൾ കൂടിയതിലുള്ള പിശകുകൾ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പരിഹരിച്ചു കിട്ടുന്നതിന് പരീക്ഷാഭവൻ സെക്രട്ടറിക്ക് അപേക്ഷ നൽകാവുന്നതാണ്. A+ ലഭിക്കുന്ന വിഷയങ്ങൾക്കും ഇത്തരത്തിൽ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാവുന്നതാണ്. 2025 ജൂൺ 15-നകം സമർപ്പിക്കാത്ത അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യേണ്ടതാണ് എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്